നമസ്കാരം. ശിവ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് CBSEയുടെ 2022-23 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഇതിലും അറിയാലോ 80 മാർക്കിനാണ് മാക്സിമം മാർക്ക് 80 ആണ്. അനുവദിച്ചിരിക്കുന്ന സമയം 3 മണിക്കൂർ. ഇതിലെ സെക്ഷൻ എയിലേക്ക് കടക്കേണ്ട അതിൽ ഒന്നാമത്തെ ചോദ്യം ഖണ്ഡിക വായിച്ച് ചൂടുള്ള ഏതെങ്കിലും 8 എണ്ണത്തിന് ശരി ഉത്തരം നൽകുക എന്നാണ്. അതിൽ ഓരോന്നിനും ഓരോ മാർക്കാണ്, അങ്ങനെ 8 മാർക്കാണ്. അപ്പൊ പാരഗ്രാഫ് വായിച്ചിട്ട് അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ലഭിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ആ പാരഗ്രാഫ് നന്നായി വായിക്കുക. എന്നിട്ട് വേണം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതേണ്ടത്. അതിലും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ചോയ്സസ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അതിലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. അപ്പൊ ആ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കുന്നതിലാണ് ആ ഒരു 8 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് നമുക്കിനിയുള്ളത് നമ്മുടെ പാഠഭാഗവുമായിട്ടും മറ്റും ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങളിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്, MCQയിലേക്ക് കടക്കുകയാണ്. ഏതെങ്കിലും 8 എണ്ണത്തിന് ശരിയായ ഉത്തരങ്ങൾ എഴുതുക. അതും ഓരോ മാർക്ക് വീതമാണ്. ഭവാൻ എന്ന വാക്കിന്റെ എതിർലിംഗം എന്താണ്? ഭവതി എന്നാണ് ഭവാൻ എന്ന വാക്കിന്റെ എതിർലിംഗം. സ്മൃതി എന്ന വാക്കിന്റെ പര്യായം എന്താണ്? ഇവിടെ നിലവ്, വിനയം, കനവ്, മനം എന്ന് കൊടുത്തിട്ടുണ്ട്. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മയാണ്. ഓർമ്മ എന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നിലവാണ്. ശ്രമം എന്ന പദത്തിന്റെ വിപരീതം എന്താണെന്നൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ വിശ്രമം എന്നാണ്. ശ്രമത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് വിശ്രമം. അസ്ത്രം, ശസ്ത്രം, ശരിയായ അർത്ഥവ്യത്യാസം താഴെ കൊടുത്തിരിക്കുന്ന ഏത് പദ ഗ്രൂപ്പാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ശസ്ത്രം എന്നുള്ളതിന് ആയുധം എന്നും അസ്ത്രം എന്നുള്ളതിന് അമ്പ് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന അസ്ത്രവും ശസ്ത്രവും ആയതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ഓർഡർ അസ്ത്രത്തിൻ്റെത് അമ്പ്, ശസ്ത്രം, ആയുധം. അങ്ങനെ 4ാമത്തെ ആൻസർ ആണ് ശരി. കൈച്ചുള്ളി എന്ന സംസ്ഥപദത്തിന്റെ അർത്ഥം എന്താണ്? കൈയാകുന്ന ചുള്ളി എന്നാണ് അതിന്റെ വിഗ്രഹാർത്ഥം. കലവി എന്ന വാക്കിന്റെ നാനാർത്ഥ പദം ഏത്? വിനോദം എന്നാണ് അതിന്റെ അർത്ഥം. മോഹത്തെ ഹനിക്കുന്ന ഒരേ ഒരാൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന പദം ഏത്? മോഹേക ഹന്ത്രി എന്നുള്ളതാണ് ആ പദം. ആമ്രേഡിതം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആവർത്തിച്ച് പറയുന്നതിനാണ് ആമ്രേഡിതം എന്ന് പറയുക. വെൺമണൽ എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം? അത് നമുക്ക് വളരെ ശ്രദ്ധിച്ച് പിരിച്ച് എഴുതേണ്ടതാണ്. വെൾ പ്ലസ് മണൽ എന്നാണ് ആൻസർ. തന്നിരിക്കുന്നതിന് ശരിയായ പദം ഏത് എന്നൊരു ചോദ്യമുണ്ട്. അതിൽ ഗുരുഖാദി എന്നുള്ളത് അത് മേഘത്തിന്റെ ഖായാണ് ശരി. ഇനി 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതെങ്കിലും 4 എണ്ണത്തിന് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അതിനും ഓരോ മാർക്കാണ്. നീളം മലയുടെ ചങ്ങലവെട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും. ആരാണ് ചങ്ങലവെട്ടയിലെ ദീപനാളം പാടല വിരലുകൊണ്ട് നീട്ടുന്നത്? അത് പ്രഭാത വർണ്ണനയാണ് ഓണമറ്റെന്നുള്ള പാഠത്തില്. അപ്പൊ അവിടെ പ്രഭാത സൂര്യന്റെ നാളം നീട്ടി വരുന്നത് ആരാണ്? ഉഷസ്. ചങ്ങലവട്ടയിലെ ദീപനാളം നീട്ടുന്നു എന്നതുകൊണ്ട് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? രാവിലത്തെ സൂര്യന്റെ ഉദയത്തെ. ധീരനായ എതി നോക്കി തന്വിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം. ഭൂരി ബാഷ്പ പരിപാടലമായ മുഖത്തെ എന്തിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്? പ്രിയദർശനത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണത്. മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ പൂവിനോട്. അവളുടെ മുഖം കരഞ്ഞു തുടുത്ത് കണ്ണുനീരണിഞ്ഞിരിക്കുന്ന നളിനിയുടെ മുഖം എന്തുപോലെ ഇരിക്കുന്നു? പുലർകാലത്ത് മഞ്ഞ് വീണ പൂവിനെ പോലെ ഇരിക്കുന്നു. നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ ആശാൻ നൽകിയ മറ്റൊരു പേര് ഗുരുസ്നേഹം എന്നാണ്. മധ്യജന്മം ക്ഷണഭംഗുരം. എങ്ങനെയാണ് മധ്യജന്മം ക്ഷണഭംഗുരമാകുന്നത്? തീയാൻ ചുട്ടുപഴുത്ത ലോകത്തിൽ വെള്ളത്തുള്ളികൾ വീഴും പോലെയാണ് മധ്യജന്മം ക്ഷണഭംഗുരമാകുന്നത്. മർത്യൻ എന്ന പേര് മനുഷ്യന് എങ്ങനെയാണ് കിട്ടിയത്? അതായത് മരണമുള്ളവനായതുകൊണ്ടാണ് മനുഷ്യന് മർത്യൻ എന്ന പേര് ലഭിച്ചത്. അങ്ങനെയല്ല മത്തായി മൂപ്പര് ഒരു നോട്ടം വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് പണയത്തിലേതാണ്. ഇത് ആരാണ് പറഞ്ഞത്? ചാപ്പുണ്ണിയാണ് പറഞ്ഞത്. എന്തിനെ കുറിച്ചാണ്? റേഡിയോയെ കുറിച്ച്. എന്തിനെ പറ്റിയാണ് നോട്ടം വേണം എന്ന് പറഞ്ഞത്? റേഡിയോയെ പറ്റി. ഇടം കൈ കൊണ്ടൊരു പുൽക്കൊടി എടുത്ത് ആ ദിവ്യാസ്ത്രം ആപാദിപ്പിച്ച് അപാണ്ഡായവ എന്ന് പറഞ്ഞു വിട്ടു. ഇത് യുദ്ധത്തിന്റെ പരിണാമത്തിലെ ചോദ്യമാണ്. അപാണ്ഡായവ എന്ന് പറഞ്ഞാൽ പാണ്ഡവവംശം നശിക്കട്ടെ എന്നാണ്. ഇത് വിട്ട അസ്ത്രം ഏതാണ് എന്നൊരു ചോദ്യമാണ്. ബ്രഹ്മശിരോസ്ത്രം. ആരാണിത് വിടുന്നത്? ദ്രൗണിയാണ്. ആരാണ് വെള്ളായി അപ്പനെ പരിഹസിച്ചത്? അതായത് കാരണവരെ കട്ടാൽ മതി ജയിലിലെത്തിച്ചേരാം എന്ന് കടൽ തീരത്തെന്നുള്ള പാഠത്തിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ പരിഹസിച്ചത് ആരാണ്? ആരാണ് പരിഹസിച്ചത്? അപരിചിതം. എവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഈ ഒരു പരിഹാസം ഏൽക്കേണ്ടി വന്നത്? റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ പേര് പാഴുതറ ഗ്രാമം. ഇനി 4ാമത്തെ ചോദ്യം ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അതിനും ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ്. ആ ഹൃദയോന്നതിക്ക് മുന്നിൽ, ആ അഭിജാത്യത്തിന് മുന്നിൽ ഒരിറ്റ് കണ്ണുനീർ തൂകാതിരിക്കാൻ ആർക്ക് സാധിക്കും? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? അവിടെ കുട്ടിക്കൃഷ്ണ മാരാർ ആ ഭാഗത്ത് ഇടപെട്ട്
ദുര്യോധനന്റെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യം കണ്ട്, അതായത് ദുര്യോധന മരിക്കാൻ സമയത്തും സഹോദരിയായ ദുഷ്ടളയെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്നു, അച്ഛനമ്മമാരെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്നു, സ്വന്തം ഭാര്യയെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്നു. ഈ സന്ദർഭത്തിൽ അവിടെ ലേഖകനാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. കുട്ടിക്കൃഷ്ണമാരാണ് ഇത് പറയുന്നത്. ഏത് സന്ദർഭത്തിലാണ് ഇത് പറയുന്നത്? മാതാപിതാക്കളെയും ഭാര്യയും ഓർമ്മിക്കുന്നതിന് മുമ്പ് ഏക സഹോദരിയെ ദുര്യോധനൻ ഓർത്തു എന്നതുകൊണ്ട്. ആർക്ക് വേണ്ടിയാണ് കണ്ണീർ അർപ്പിക്കുന്നത്? ദുര്യോധനന് വേണ്ടി ഇരുട്ടി കണ്ണുനീർ അർപ്പിക്കുക. ഏത് കൃതിയിലുള്ള വരികളാണത്? ഭാരത പര്യടനത്തിലെ വരികളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതായത് ഭാരത പര്യടനത്തിൽ നിന്ന് എടുത്തതാണ് യുദ്ധത്തിന്റെ പരിണാമം. ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴും എല്ലാം തയ്യൽക്കാരൻ കാതോർത്തു. അതായത് ചാക്കുണ്ണി റേഡിയോ പണയം വെച്ച് കഴിഞ്ഞതിന് ശേഷം അവ എപ്പോഴും അജ്ഞാതമായ ഒരു പാട്ടിന് വേണ്ടി കാതോർക്കുമായിരുന്നു. എവിടെ നിന്നാണ് ഈ പാട്ടുകൾ അയാൾക്ക് ലഭിച്ചത്? എവിടെ നിന്നാണ് കിട്ടിയത്? റേഡിയോയിൽ നിന്നാണ് അയാൾക്ക് പാട്ടുകൾ ലഭിച്ചത്. പാട്ടുകൾ കേൾക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? റേഡിയോ അയാൾ ചെമ്പുമത്തയുടെ കയ്യിൽ പണയം വെച്ചതുകൊണ്ട്. പാട്ടുകൾ കേൾക്കാൻ ഏത് പാഠത്തിൽ നിന്നാണ് ഈ കഥാഭാഗം വന്നിരിക്കുന്നത്? പണയം എന്നുള്ള പണയം വേണ്ടിയത് ഈ സന്തോഷ് കുമാറാണ്. അടുത്ത കടൽത്തീരത്തിലെ ചോദ്യമാണ്. രണ്ട് വാക്കുകൾക്ക് മാത്രം, രണ്ട് വാക്കുകൾക്കിടയിൽ ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും വാക്കുകൾ അറിവുകൾ കൈമാറി. ഏതായിരുന്നു ആ വാക്കുകൾ? മകനെ എന്നും അപ്പ എന്നും രണ്ട് വിളികൾ മാത്രമാണ് വിളിക്കുന്നത്. ആ വിളികൾക്കുള്ളിലാണ് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ആരായിരുന്നു അച്ഛനും മകനും? വെള്ളായപ്പനും കണ്ണുണ്ണിയും. ഉച്ചസ്ഥായിലുള്ള നിശബ്ദമായ നിലവിളി ആരുടേതായിരുന്നു? കണ്ണുണ്ണിയുടെ. ഈ പാഠഭാഗം ആരുടെ കഥയിൽ നിന്ന് എടുത്തതാണ്? അതായത് ഇത് എഴുതിയത് ആരാണ്? OV വിജയൻ. അന്നത്തെ സൂചി പ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി. അമ്മത്തൊട്ടിൽ എന്ന കവിതയിലെ വരികളാണ്. എവിടെ വെച്ചാണ് സൂചി പ്രയോഗം പോലെ തോന്നിയത്? ജില്ലാശുപത്രിക്ക് അരികിൽ വെച്ച്. സൂചിപ്രയോഗത്തിന് നീറ്റൽ തോന്നാൻ കാരണം ആശുപത്രിക്ക് അടുത്ത് പെറ്റമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോഴുള്ള കുറ്റബോധം കൊണ്ടാണ്. സൂചിപ്രയോഗത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കുട്ടിക്കാലത്ത് ഏത് അനുഭവത്തിലേക്കാണ് നായകൻ പോകുന്നത്? അമ്മ തന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയുടെ പടവുകൾ കിതപ്പോടെ ഓടിക്കയറിയ കാര്യം. അമ്മയെ മകൻ ഉപേക്ഷിക്കാൻ കാരണം എന്താണ്? ഭാര്യയുടെ പ്രേരണയാണ്. നല്ല അതിഥി നമുക്കിനി ആരിതുപോലെ. ഓണമുറ്റത്തെ വരികളാണ്. നല്ല അതിഥി ആരാണ്? നല്ലൊരു അതിഥി. നല്ല പ്ലസ് അതിഥി എന്നാണ് അത് പിരിക്കേണ്ടത്. നമ്മുടെ നല്ല അതിഥി ഓണത്തപ്പൻ മഹാബലിയാണ്. അതിഥിയുടെ എഴുന്നള്ളത്തിന് വെള്ളിത്താലം എടുക്കുന്ന ആരാണ്? നെയ്യാമ്പലികളാണ്. ആരാണ് ദീപക്കുറ്റികൾ നാട്ടുന്നത്? മുക്കുറ്റികൾ. ആരാണ് ഈ കവിത എഴുതിയത്? വൈലോപ്പിള്ളി. കാച്ചിക്കുറിക്ക കവിത എന്ന വിശേഷണം ആർക്കാണ് ചേരുന്നത്? വൈലോപ്പിള്ളിക്ക്. ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്ക്, ഇത്രയുമാണ് സെക്ഷൻ എയിലെ ചോദ്യങ്ങൾ. ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്ക് പോവുകയാണ്. പ്രയോഗം മാറ്റുക എന്നുള്ളതാണ് ആദ്യ ചോദ്യം. കർത്തരി പ്രയോഗത്തിനെ കർമ്മണി പ്രയോഗമാക്കി മാറ്റുകയാണ്. കണ്ടുണ്ണി വെള്ളായിയപ്പനെ അപരിചിതനെ പോലെ നോക്കി. കണ്ടുണ്ണിയാൽ വെള്ളായിയപ്പൻ അപരിചിതനെ പോലെ നോക്കപ്പെട്ടു. മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തി വയ്ക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കടിക്കാൻ വേണ്ടിയാണ് വ്യാസൻ മഹാഭാരതം രചിച്ചത്. മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തി വയ്ക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് വ്യാസനാൽ മഹാഭാരതം രചിക്കപ്പെട്ടത്. ഇനി അംഗവാക്യവും അങ്കിവാക്യവും വേർതിരിച്ചെഴുതുക. അങ്കിവാക്യമാണ് പ്രധാന വാക്യം. പാഴുതറയുടെ നെടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതമാണ്. ഇതിലെ ലോകം മുഴുവൻ അപരിചിതമാണെന്ന പൂർണ്ണ ആശയമുള്ള വാക്യം അങ്കിവാക്യവും, പാഴുതറയുടെ നടുവരമ്പ് കടന്നാൽ എന്നുള്ളത് അംഗവാക്യവുമാണ്. റേഡിയോ പണയം വയ്ക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ നിറയെ തീയായിരുന്നു. ചാക്കുണ്ണിയുടെ ഉള്ളിൽ നിറയെ തീയായിരുന്നു എന്നുള്ള അങ്കിവാക്യവും, റേഡിയോ പണയം വയ്ക്കുമ്പോൾ എന്നുള്ളത് അംഗവാക്യവുമാണ്. ഇനി വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ്. കൃഷ്ണ യുധിഷ്ഠിര അർജുനന്മാരെ കണ്ടതുകൊണ്ടാണ് വ്യഥിതനായ ദ്രൗണി ബ്രഹ്മശിരോസ്ത്രം തൊടുക്കാൻ കാരണം. അപ്പൊ കണ്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ കാരണം, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. കൃഷ്ണ യുധിഷ്ഠിര അർജുനന്മാരെ കണ്ടതുകൊണ്ട് വ്യഥിതനായ ദ്രൗണി ബ്രഹ്മശിരോസ്ത്രം തൊടുത്തു എന്ന് മതി. അവർ ഭീമനെ പെട്ടെന്ന് വഴിക്ക് വെച്ച് ക്ഷണത്തിൽ കണ്ടെത്തിയെങ്കിലും അവിടെ പെട്ടെന്ന് വഴിക്ക് വെച്ച് ക്ഷണത്തിൽ, പെട്ടെന്ന് ക്ഷണത്തിൽ, ഇത് രണ്ടും ഒരേ അർത്ഥമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മതി. ക്രോധദീപ്തനായ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. അവർ ഭീമനെ പെട്ടെന്ന് വഴിക്ക് വെച്ച് കണ്ടെത്തിയെങ്കിലും ക്രോധദീപ്തനായ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. ഇനി അർത്ഥമാറ്റം വരുത്താതെ വിധിവാക്യത്തെ നിഷേധവാക്യമാക്കുക എന്നുള്ളതാണ്. പാറാവുകാരൻ വെള്ളായപ്പനെ മാത്രമേ ജയിലിനകത്ത് കൂട്ടിക്കൊണ്ടു പോയുള്ളൂ. നിഷേധവാക്യമാക്കുമ്പോൾ പാറാവുകാരൻ വെള്ളായപ്പനെ മാത്രമേ ജയിലിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാതിരുന്നുള്ളൂ. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ആ കരാറുകളെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ആ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടില്ല. ഏതെങ്കിലും രണ്ടെണ്ണം ആശയം വ്യക്തമാക്കുന്ന രീതിയിൽ സ്വന്തം വാക്യത്തിൽ എഴുതാനുണ്ട്. അത് അറിയാമല്ലോ, നമുക്ക് പലപ്പോഴും പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതോ നമുക്ക് അർത്ഥമറിയാവുന്നതായ പദങ്ങളായിരിക്കും. അതും നമുക്ക് വളരെ വേഗത്തിൽ മാർക്ക് നേടാൻ പറ്റുന്നതാണ്. കടുങ്കൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായ പ്രവൃത്തി ചെയ്യുക, അന്താടിക്കുക, പരിഭ്രമിക്കുക, ഉറപ്പുവരുത്തുക, നമ്മളത് നിജം വരുത്തുക, ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് അറിയാവുന്ന ഒരു സെന്റൻസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ അതിനെ എഴുതുമ്പോഴാണത് ഇതിന്റെ ഉത്തരം പൂർണ്ണമാകുന്നത്. ഇനി ആറാമത്തെ ചോദ്യം, ഒന്നരപ്പുറത്തിൽ കവിത ഉപന്യസിക്കുക. ഓരോന്നിന് 5 മാർക്ക് വീതമാണ്. അപ്പൊ ഒന്നരപ്പുറം ആകുമ്പോൾ ഒരു പേജിന്റെ മുഴുവൻ ഭാഗം എഴുതി അടുത്ത പേജിന്റെ പകുതി ഭാഗവുമാണ്.
രാജ്യ പുരോഗതിയിൽ വിദ്യാർത്ഥികൾക്കുള്ള പങ്ക്, വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ, അവയുടെ പ്രതിവിധികൾ, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകാം. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉണ്ടാവാം, വന്യമൃഗ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉണ്ടാവാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഹെഡിങ് കൊടുത്ത് പാരഗ്രാഫ് വൈസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. അതുപോലെ പത്രാധിപർക്ക് ഒരു കത്ത് എഴുതുക എന്നുള്ളത് കത്തിന്റെ പല ക്ലാസ്സുകളിൽ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകൻ സ്വീകർത്താവ് എന്ന് എഴുതണം. അതോടൊപ്പം പേരുകളൊന്നും സ്ഥലപ്പേരുകളോ ഒന്നും സൂചിപ്പിക്കരുത്. പേര്, വീട്ടുപേര്, സ്ഥലം എന്ന് മാത്രം എഴുതിയാൽ മതി. പത്രാധിപർക്കാവുമ്പോൾ സ്വീകർത്താവ് പത്രാധിപരാണ്, പത്രാധിപർ പത്രം എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. അതും 5 മാർക്ക് ചോദ്യം തന്നെയാണ്. വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ട് കഴിയുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്രവാർത്ത തയ്യാറാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലെങ്കിലും പത്രങ്ങൾ നോക്കുന്ന ഒരു ശീലമാക്കുക. പത്രവാർത്തയ്ക്ക് ഏറ്റവും നമുക്ക് എളുപ്പമായിട്ട് എഴുതാൻ പറ്റുന്നത് പത്രവാർത്തയുടെ ഹെഡിങ് കൊടുക്കുക, ലേഖകൻ എന്ന് കൊടുക്കുക, 2 പാരഗ്രാഫായിട്ട് കൊടുക്കുക, ആൻസർ എഴുതുക, 2 കോളമായിട്ട് എഴുതുക. പത്രത്തിൽ കോളമായിട്ടാണല്ലോ ന്യൂസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പത്രവാർത്ത എന്നുള്ളത് പത്രം നോക്കി തന്നെയാണ് അത് എഴുതേണ്ട രീതി പരിശീലിക്കേണ്ടത്. 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഓരോന്നിനും 3 മാർക്ക് വീതം നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ പഠിക്കേണ്ട പാഠങ്ങളിലെ ചോദ്യങ്ങളാണ്. ഒരു പേറ്റിച്ചിയെ പോലെ ഇതില് ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം എഴുതാനുള്ളതാണ്. ഒരു പേറ്റിച്ചിയെ പോലെ തന്റെ മകന്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരനിൽ നിന്ന് ഏറ്റുവാങ്ങി. അതിന്റെ സന്ദർഭം ഔചിത്യം അറിയാലോ. കണ്ണുണ്ണി തൂക്കിക്കൊന്നതിന് ശേഷം അവരെ കൊണ്ടുപോയി അടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ വെള്ളായപ്പൻ പറയുന്നു, എന്റെ കയ്യിൽ പണമില്ല, ഇവനെ കൊണ്ടുപോയി സംസ്കരിക്കാൻ. അപ്പോൾ ഒരു പേറ്റിച്ചി, അതിനു മുമ്പ് അവന്റെ വധശിക്ഷ കഴിഞ്ഞിട്ട് ഒരു പേറ്റിച്ചി കുഞ്ഞിനെ എടുക്കുന്ന പോലെ, അതായത് പ്രസവം എടുക്കുന്ന സ്ത്രീ കുഞ്ഞിനെ കയ്യിൽ വാങ്ങുന്നത് പോലെയാണ് വെള്ളായപ്പൻ മകന്റെ ശവശരീരത്തെ വാങ്ങിയത്. ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിന് നൽകിയ ശാപം എന്തായിരുന്നു? ശാപം നൽകാൻ ഇടയാക്കിയ സംഭവം എന്താണ്? അതായത് 3000 ആണ്ട് കാലം ചലവും മറ്റും നാറി ഈ നാട് മുഴുവൻ അരിഞ്ഞു നടക്കും എന്നൊക്കെയുള്ള ശാപമാണ്. അത് ശ്രദ്ധിക്കണം. അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് എഴുതണം. ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ് ഇനിയുള്ളത്. 2 ചോദ്യങ്ങൾക്ക് ഓരോന്നിനും 3 മാർക്ക് വീതം. ജീവിതത്തിന്റെ നശ്വരത ബോധ്യപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞത്? അതറിയാലോ. ശ്രീരാമൻ നശ്വരമായ ഈ ലോകത്തെ കുറിച്ച് ഒരുപാട് ഉപദേശങ്ങൾ ലക്ഷ്മണന് നൽകുന്നുണ്ട്. അത് എഴുതുക. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയ ജീവിതം വികലമാണ് സുഖോദയം. അപ്പോൾ സുഖോദയം എന്ന വാക്ക് വിഗ്രഹിക്കേണ്ട സുഖത്തിന്റെ ഉദയം എന്നാണ്. സുഖ പ്ലസ് ഉദയം എന്നാണ് പിരിക്കേണ്ടത്. ഇത് ഭാവശാലികൾ പിരിഞ്ഞുകൂടിയ, അതായത് ഇത് പ്രിയദർശനത്തിലെ വരികളാണ്. വളരെ ഭാവശാലികൾ എന്ന വാക്കിന് സ്നേഹമുള്ളവരെന്നാണ് അർത്ഥം. നളിനിയും ദിവാകരനും സ്നേഹമുള്ളവരായിരുന്നു. അവർ കുറെ കാലം ഇരുന്നിട്ട് കൂടിയപ്പോൾ അവർക്ക് അതായത് അത് സന്തോഷിക്കാൻ കഴിയുന്നില്ല. കരച്ചിലാണ് മുഴുവൻ സമയവും നൽകി. അപ്പൊ ഇങ്ങനെയാണ് സ്നേഹമുള്ളവർ ഒരുപാട് കാലം കാണാതിരുന്നിട്ട് കണ്ടാൽ ഒരിക്കലും നമുക്കൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല എന്ന് ഇവിടെ കവിയാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് സന്തോഷിക്കാൻ അവിടെ കഴിയുന്നില്ല. ഇനി അമ്മത്തൊട്ടിലെ ചോദ്യമാണ്. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കാം. ആരാണ്? ഭാര്യ. പക്ഷെ മടങ്ങാതെ വയ്യ. ആത്മനിന്ദയാണ് കഥാപാത്രത്തിന്, ഭർത്താവിന്. ആ കഥാപാത്രത്തിന്റെ പറച്ചിൽ ഇന്നത്തെ സമൂഹത്തിന് വെളിപ്പെടുത്തുന്നതാണോ? ആവാം അല്ലെ? കാരണം ഇങ്ങനെയുള്ള ചില വീടുകളിൽ നിന്ന് മാതാപിതാക്കളെ കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി കളയാൻ നിർബന്ധിക്കുന്നവരുണ്ടാകാം. അങ്ങനെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തന്നെ താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്ന മനുഷ്യരും ഉണ്ടാകാം. നിങ്ങളുടെ തന്നെ ഉത്തരമാണ്. ഇനിയുള്ളത് ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 2 ചോദ്യങ്ങളുണ്ട്, 3 മാർക്ക് വീതമാണ്. ചട്ടമ്പി സ്വാമികളുടെ ഒരു പുസ്തകത്തിൽ നിന്നാണ്. എങ്ങനെയാണ് അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ ചട്ടമ്പി സ്വാമിയെ കണ്ടു. വിവേകാനന്ദൻ എന്താണ് സ്വാമികളെ കുറിച്ച് പറഞ്ഞത്? ഞാൻ മഹാനായ ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. കാരണം വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിൽ വളരെയധികം ആകൃഷ്ടനായി എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുക. വിജ്ഞാനദാഹിയായ വിപ്ലവകാരി എന്ന് ചട്ടമ്പി സ്വാമിയെ വിശേഷിപ്പിക്കുന്ന എന്തുകൊണ്ട്? അത് അദ്ദേഹത്തിന്റെ ജാതിമത വ്യത്യാസമില്ലാതെയുള്ള പ്രവർത്തനം കൊണ്ടാണ് അതിനെ വിപ്ലവകാരി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ആദ്യകാലം മുതൽക്ക് തന്നെ മറ്റുള്ള എല്ലാ ജാതിക്കാരുടെ വീടുകളിൽ പോകാനും ആഹാരം കഴിക്കാനും അദ്ദേഹം ശ്രദ്ധ കാട്ടിയിരുന്നു. അപ്പൊ വിജ്ഞാനദാഹിയാണ്, വിജ്ഞാനം കിട്ടാനും ആഗ്രഹിച്ചിരുന്നു. അതോടൊപ്പം അദ്ദേഹം വിപ്ലവകാരിയുമാണ്. ദേശനാമങ്ങളെ പറ്റി ഇദ്ദേഹം ചട്ടമ്പി സ്വാമി നടത്തിയ പഠനങ്ങൾ എന്തെല്ലാം എന്നത് ഈ ചോദ്യ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു ചോദ്യ പേപ്പറും ഇന്നലെ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ചട്ടമ്പി സ്വാമികളിലെ പ്രധാന ചോദ്യങ്ങൾ ഓരോ പാഠത്തിലെ ഓരോ പ്രധാന ചോദ്യങ്ങളുടെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചോദ്യങ്ങളെയും പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ പറ്റില്ല. ചോദ്യകർത്താവിന്റെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ ഇനി ചെയ്യാവുന്ന എന്താണ്? മാക്സിമം നമ്മുടെ പാഠഭാഗങ്ങൾ വൃത്തിയായി പഠിച്ചു വെക്കുക, നന്നായി പഠിച്ചു വെക്കുക.
അതിനകത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. അപ്പൊ അതുകൊണ്ട് ഈ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും കാണുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെച്ച് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. സാറ്റർഡേ ആണ് നമ്മുടെ എക്സാം. അപ്പോൾ എല്ലാവർക്കും ഫുൾ മാർക്ക് 80-ന് 80 മാർക്ക് കിട്ടണം എന്നാണ് ടീച്ചറിന്റെ ആഗ്രഹം. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഓർത്തുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീല ടീച്ചർ.